ഭാരതത്തിൻ്റെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ സ്ഥിതിഗതികൾ വഷളാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങളായി അവിടെ നടന്നു വരുന്ന പ്രക്ഷോഭം, അവിടെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ അഴിമതി, സ്വജനപക്ഷപാതം, ജനദ്രോഹ നയങ്ങൾ, ഇതിനൊക്കെ എതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പാണ്, പ്രതിരോധമാണ് അവിടെ ചെറുപ്പക്കാർ ഉയർത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി ആദ്യം രാജിവെച്ചു. അവിടെ പോലീസ് വെടിവെപ്പുണ്ടായി. 27 നേപ്പാളി പൗരന്മാരും 3 പോലീസുകാരും കൊല്ലപ്പെട്ടു. ഒടുവിൽ പട്ടാളമിറങ്ങി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. അപ്പോഴേക്കും ആഭ്യന്തരമന്ത്രി രാജിവെച്ച്, പ്രധാനമന്ത്രി രാജിവെച്ചു, ഭരണകൂടം ഒന്നടങ്കം അവിടുന്ന് മുങ്ങിയിരിക്കുകയാണ്. അവരെവിടെയാണെന്ന് കൃത്യമായി വ്യക്തമായി ആർക്കും ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലുമൊക്കെ കണ്ട കാഴ്ച നമുക്ക് നേപ്പാളിലും കാണാൻ കഴിഞ്ഞു. പക്ഷെ നേപ്പാളിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ വംശീയമായ പ്രശ്നങ്ങളുടെയോ മതാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളോ അല്ല ഈ പ്രക്ഷോഭത്തിന് കാരണമായിരുന്നത്. മറിച്ച് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും തൊഴിലില്ലായ്മയും ഒക്കെയാണ് നേപ്പാളിലെ പ്രശ്നങ്ങൾക്ക് കാരണം. വാസ്തവത്തിൽ ആ ഭരണകൂടത്തെ അധികാര കസേരയിൽ നിന്ന് വലിച്ച് തെരുവിലേക്കിട്ട് ജനം ചവിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചെറുപ്പക്കാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധമായിരുന്നു നേപ്പാളി തെരുവുകളിൽ ദൃശ്യമായത്. ഇപ്പോഴിതാ അവിടെ പുതിയ ഒരു ഭരണകൂടത്തെ നിയോഗിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. സൈന്യം സ്ഥിതിഗതികൾ ഏറ്റെടുത്തതിന് ശേഷം കൃത്യമായിട്ട് എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നേപ്പാളിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കണമെന്നാണ് സൈന്യം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ പണ്ട് പാകിസ്ഥാനിലോ ഒക്കെ കണ്ടത് സൈന്യം അട്ടിമറിക്കുന്ന കാഴ്ച, ഭരണകൂടങ്ങളെ സൈന്യം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ജനം ഭരണകൂടത്തെ അട്ടിമറിച്ചു. ഒടുവിൽ സൈന്യം ഇറങ്ങിയപ്പോൾ ജനം ശാന്തരായി. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. തികച്ചും ജനാധിപത്യപരമായിട്ടാണ് അതിൻ്റെ പോക്ക്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി, അവരുടെ പേര് ഉയർന്നു വന്നു. 73-കാരിയാണ്. അതുപോലെ തന്നെ മുൻ ഇലക്ട്രിസിറ്റി അതോറിറ്റി ചെയർമാൻ കുൽമാൻ ഗിസിംഗ്, അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നു. അദ്ദേഹം 1979 മറ്റോ ജനിച്ചയാളാണ്. വളരെ പ്രായം കുറഞ്ഞയാളാണ്, മധ്യവയസ്കനാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിട്ട് കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ പേര് ഉയർന്നു വന്നു. ബാലേന്ദ്ര ഷായാണ് ഒരു പരിധിവരെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നു. പക്ഷെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ പേര് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും പകരം തൻ്റെ പിന്തുണ, ചെറുപ്പക്കാരുടെ പിന്തുണ ഈ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിക്ക് നൽകുകയും ചെയ്തു. അവിടെ ഒരു പ്രശ്നം, ഈ ഭരണഘടന അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് അതുപോലെയുള്ള പദവികൾ ഇരുന്ന് വിരമിച്ച ആൾക്കാർക്ക് ജുഡീഷ്യറിയിൽ ഏതെങ്കിലും ഒരു പദവിയിൽ വരാമെന്നല്ലാതെ മറ്റു പദവികൾ ഏറ്റെടുക്കാൻ പാടില്ല എന്നൊരു ക്ലോസ് അവരുടെ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് അത് ഉന്നയിച്ച് ചില ആൾക്കാർ അവിടെ തടസ്സം പറയുന്നുണ്ട്. അവരാണ് ഈ ചെറുപ്പക്കാരനായ ബാലേന്ദ്ര ഷായുടെ പേര് പറയുന്നത്. ഇടക്കാല സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനൊരു വ്യക്തത ഭരണഘടനയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു വ്യക്തതയില്ല, നമുക്ക് വേണമെങ്കിൽ അവരെ വയ്ക്കാം എന്നൊരു വിഭാഗവും വാദിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അതേസമയം ഈ ഇലക്ട്രിസിറ്റി അതോറിറ്റി, വിദ്യുച്ഛക്തി അതോറിറ്റിയുടെ ചെയർമാനായിരുന്ന കുൽമാൻ ഗിസിംഗിന്റെ പേരും വളരെ ശക്തമായിട്ട് ഉയർന്നു കേൾക്കുന്നു. അദ്ദേഹം നേപ്പാളിനെ അതിരൂക്ഷമായ പവർക്കട്ടിൽ നിന്ന് രക്ഷിച്ചയാളാണ്. സർവോപരി അഴിമതി വിരുദ്ധനാണ്, സത്യസന്ധനാണ് എന്നുള്ളതാണ്.
ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു സാങ്കേതിക വിദ്യയിൽ നിപുണനായ ഒരാളാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്. ഒപ്പം തന്നെ ഈ ധരൺ മേയർ, ഹർക്ക സംപങ് എന്ന് പറഞ്ഞ ഒരാളിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് പക്ഷെ വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. ഏതായാലും ഒരു സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ ചർച്ചകൾ തുടരുകയാണ് ഇപ്പോഴും നേപ്പാളിൽ. നമുക്കറിയാം, നേപ്പാളിലെ പ്രക്ഷോഭത്തിന്റെ പുറകിൽ മുതലെടുക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ഇതിനകം പുറത്തു വന്നു. മിഷണറി പ്രവർത്തകരിലൂടെ നേപ്പാളിനെ സമ്പൂർണമായും മതം മാറ്റി ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കാൻ മാറ്റുന്ന, ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാളിനെ അവിടുത്തെ രാജഭരണം അവസാനിപ്പിച്ച് അവിടെ ഈ ജനാധിപത്യ രീതിയിലുള്ള സർക്കാരിനെ കൊണ്ടുവരുന്നു എന്ന പേരിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അവരോധിച്ചത് വാസ്തവത്തിൽ ചൈനയുടെ ഇടപെടലുകളായിരുന്നു. ഇപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെയും അല്ലെങ്കിൽ ആ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന സർക്കാരുകളെ ഒന്നടങ്കം ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നു. അതാണ് നേപ്പാളിലെ തെരുവുകളിൽ കണ്ടത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഭരണം പിടിക്കാൻ ഡീപ് സ്റ്റേറ്റ് മിഷണറി പ്രവർത്തകരിലൂടെ നടത്തുന്ന ശ്രമം ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനെതിരെയുള്ള ജാഗ്രത നമ്മുടെ രാഷ്ട്രം, ഭാരതമടക്കം പുലർത്തുന്നുണ്ട്. കാരണം നേപ്പാൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ വേണം, നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് അവിടുത്തെ ജനങ്ങൾ പരസ്യമായി വന്ന് ചാനലുകളോട് പറയുന്നത്, പ്രക്ഷോഭകാരികൾ പറയുന്നത് നമ്മൾ കണ്ടു കേട്ടു. നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നരേന്ദ്രമോദിക്ക് അവിടെ പോയി ഭരിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ നേപ്പാളിനെ നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റാക്കി മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അത് വലിയ കാര്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ പോരാ. ഒരു 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 പകുതി തമാശയായിട്ട് ഇത്തരം ഒരു ഒരു ചാനൽ പരിപാടിയിൽ നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം, സ്വപ്നം കാണാം. പണ്ട് സ്വാതന്ത്ര്യം നേടിയ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭാരത ഉപഭൂഖണ്ഡത്തെ ഉപേക്ഷിച്ച് ഇവിടുന്ന് യാത്രയായപ്പോൾ നാട്ടുരാജ്യങ്ങൾ ചേർന്ന് പഴയതുപോലൊരു സുശക്തമായ ഭാരതം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിലേക്ക് സസന്തോഷം കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു പ്രവിശ്യയാണ് നേപ്പാൾ. നേപ്പാൾ മാത്രമല്ല, ബർമ്മ, ഭൂട്ടാൻ അടക്കം. പക്ഷെ അന്നത്തെ നമ്മുടെ രാഷ്ട്രത്തലവൻ, അന്ന് പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടിയിരുന്ന ജവഹർലാൽ നെഹ്റു അത് അനുവദിച്ചില്ല. നേപ്പാൾ അതിശക്തമായ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്, ഒരു പ്രവിശ്യയാണ്. ഒരുപക്ഷെ അതായിരിക്കാം നെഹ്റുവിനെ ചൊടിപ്പിച്ചത്. അദ്ദേഹം സ്ഥാനത്തും അസ്ഥാനത്തും തൻ്റെ ഹിന്ദു വിരോധം നന്നായി പ്രകടിപ്പിച്ചിരുന്ന ആളാണ് എന്ന് നമുക്കറിയാം. അതേസമയം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ, അവരെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതും ചരിത്ര സത്യമാണ്. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ നേപ്പാൾ കൃത്യമായിട്ടും ഒരു ഇടക്കാല സർക്കാർ അവിടെ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. പക്ഷേ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജനം സാധാരണ നിലയ്ക്ക് മടങ്ങിയിരിക്കുന്നു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു വലിയ പ്രതിസന്ധി അവിടെ ഇപ്പോൾ നിലവിലില്ല എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഒരു ഇടക്കാല സർക്കാർ വന്നാൽ മതിയാകും. അതിനു വേണ്ടുന്ന പരിശ്രമം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശാവഹമായ കാര്യം. നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് നേപ്പാളി ജനത ആഗ്രഹിക്കുന്നതായി പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ അദ്ദേഹം അവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുത്ത്, മാതൃകാപരമായ ഉപദേശങ്ങൾ കൊടുത്ത് നേപ്പാളിൽ ഒരു നല്ല സർക്കാരിനെ അവിടെ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ഒപ്പം നേപ്പാളിന് വേണ്ടുന്ന പിന്തുണ നൽകുകയും അവരുടെ പുനരധിവാസം, അവരുടെ പുനർനിർമ്മാണം, അതിനു വേണ്ടുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ
അവിടെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ജാഗ്രതയോടെ സൂക്ഷ്മമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അടക്കമുള്ള ഏജൻസികൾ, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു വഷളായ അവസ്ഥയിലേക്ക് പോകാൻ ഒരു പക്ഷേ ഭാരതം സമ്മതിച്ചില്ലെന്ന് വരും. അങ്ങനെയെങ്കിൽ അത് നേപ്പാളിന് വലിയ പിന്തുണയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ലഭിക്കുക. അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എന്തായാലും വൈകാതെ ഒരു പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ ഒരു ഇടക്കാല സർക്കാർ നേപ്പാളിൽ രൂപീകരിക്കപ്പെട്ടേക്കാം. അത് നേപ്പാളിന്റെ ഭാവിക്ക്, ചെറുപ്പക്കാരുടെ ഭാവിക്ക് അഴിമതിരഹിതമായ, സത്യസന്ധമായ, സുതാര്യമായ നേപ്പാളിന്റെ ഭാവിയെ സമൃദ്ധമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സർക്കാരായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഉള്ള കരുത്ത് നേപ്പാളി ജനതയ്ക്കും അവിടുത്തെ സൈന്യത്തിനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം.